നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളും പീഡനങ്ങളൊക്കെ കണ്ടും കേട്ടും വിറങ്ങലിച്ച് നിൽക്കുമ്പോഴാണ് പ്രവാസികളുടെ കരളലിയിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം സൗദിയിൽ നടന്നത്. റിയാദിൽ കഴിഞ്ഞ ദിവസം AC പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട മലയാളിയായ സിയാദിന്റെ മൃതദേഹം ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു സ്പോൺസർ. മകനെ പോലെ സ്നേഹിച്ചിരുന്ന സിയാദിന്റെ വേർപാട് സഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. എറണാകുളം പറവൂർ മാഞ്ഞാലി കണിയാമ്പറമ്പിൽ ബഷീറിന്റെ മകനായ സിയാദാണ് മരിച്ചത്. റിയാദിലെ താമസ സ്ഥലത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വിശ്രമിക്കുമ്പോഴായിരുന്നു സംഭവം. AC-യുടെ കംപ്രസർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് സിയാദിന് ഗുരുതരമായ പൊള്ളലേറ്റു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അടുത്ത ദിവസം റിയാദിലെ ഹയ്യുൽ സലാം മഖ്ബറയിൽ അദ്ദേഹത്തിന്റെ ഖബറടക്കം നടന്നു. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി പേരെത്തി. നിയന്ത്രണം വിട്ടുകരഞ്ഞ സ്പോൺസർ തൻ്റെ പ്രായം പോലും ഗൗനിക്കാതെയാണ് ഖബറിലേക്ക് ഇറങ്ങിച്ചെന്ന് സിയാദിന്റെ മയ്യത്ത് മറവ് ചെയ്യാൻ നേരിട്ട് സഹായിച്ചത്. ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീടിന് പുറത്ത് എൻ്റെ സിയാദ് മരിച്ചു, അതിൻ്റെ അനുസ്മരണം നടക്കുന്നു എന്നൊരു ബോർഡും അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. മാത്രമല്ല, നാട്ടിൽ സിയാദിന്റെ വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന കുടുംബത്തിന് തൻ്റെ മരണം വരെ ശമ്പളം തുടർന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. രക്തബന്ധം തിരിച്ചറിയാനാകാതെ മാതാപിതാക്കളെന്നോ മക്കളെന്നോ ഇല്ലാതെ കൊടും ക്രൂരതകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയും ചില മനുഷ്യരുണ്ട്.